പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വേക്കബി. ഞാൻ ആഷിഖ് ജോയ്. സോ എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഈശോയിലേറ്റധികം സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദ ഡോഗ്മ ഓഫ് പ്രഗട്ടറിയിലെ 10ാമത്തെ എപ്പിസോഡോട് കടക്കുകയാണ്. അതിനു മുൻപ് ലാറ്റിൻ പ്രെയർ, ഈ സ്വർഗസ്ഥനായും നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന നമ്മുടെ യുകാറ്റിൽ അവൈലബിൾ ആണ്. യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസിൽ ഞാൻ മലയാളത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ലാറ്റിനിൽ തന്നെയാണ് എഴുതി കാണിക്കുന്നത്. സോ ഇത് കത്തോലിക്ക തിരുസഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുകാറ്റിൽ ഇത് മലയാളത്തിലുണ്ട്. സോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ നോക്കാം. ഇനി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷനൊന്നും കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയണമെങ്കിൽ വത്തിക്കാൻ്റെ മീഡിയ വിഭാഗത്തിൻ്റെ ഈ ലാറ്റിൻ പ്രേയേഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പാട്ട് രൂപത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് എളുപ്പം പഠിക്കാനുള്ള വഴി ഇത് പാട്ട് രൂപത്തിൽ പഠിക്കാനുള്ളതാണ്. സോ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഒന്നെങ്കിൽ അവിടെ പോവാം, അല്ലെങ്കിൽ യുകാറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് 1800കളിൽ സംഭവിച്ച ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഫാദർ ഷൂഫ്സ് എന്നു പേരുള്ള, ഫാദർ ഫിലിപ്പ് ഷൂഫ്സ് എന്നു പേരുള്ള ഒരു വൈദികനുമായി ബന്ധപ്പെട്ട, ഒരു ഈശോസഭ വൈദികനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അദ്ദേഹം അങ്ങനെ തൻ്റെ വചനപ്രഘോഷണം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് 2 ചെറുപ്പക്കാർ ഈ വൈദികനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവർക്കൊരു സഹോദരിയുണ്ട്. ഇവർ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായിട്ടാണ് ഈ വൈദികൻ്റെ അടുക്കിലോട്ട് വന്നത്. അപ്പോൾ ഈ 10 വയസ്സുള്ള കുട്ടിയെ നോക്കുമ്പോൾ വളരെ മെലിഞ്ഞ് ഒരു അസുഖബാധിതനായി ഉള്ളതുപോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ 2 പേര് വൈദികനോട് പറഞ്ഞത്, അച്ഛാ, ഞങ്ങൾ ഇവനെ ദത്തെടുത്ത് വളർത്തിയതാണ്. ഇവൻ വളരെ ഭക്തനായ ഒരു നല്ലൊരു പയ്യനാണ്. അതുകൊണ്ട് ഇവന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇവനെ ദത്തെടുത്ത് ഞങ്ങൾ ഇവനെ വളർത്തിയതാണ്. നല്ല രീതിയിലാണ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ സന്തോഷകരമായിട്ടാണ് അവൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ആഴ്ചകളായിട്ട് ഇവൻ്റെ രൂപം ഇങ്ങനെയാണ്, മെലിഞ്ഞ് ആകെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അവർ പറഞ്ഞത് ഭയമാണ്. ഇവൻ രാത്രി ആകുമ്പോഴിവൻ പേടിച്ച് ഇരിക്കുകയാണ്. ഈ പേടിയിൽ നിന്നാണ് ഈ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കണമെന്നും ശരീരത്തിൽ പിടിക്കണില്ല, ഈ കോലത്തിലായത്. അപ്പോൾ വൈദികൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. രാത്രി ആകുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ 10 വയസ്സുള്ള ഈ കുട്ടിയുടെ മുറിയിൽ വരികയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല, വരുന്നു, ഇങ്ങനെ വന്ന് നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പോകുന്നു. ഇത് കണ്ടിട്ട് അവൻ പേടിക്കുകയാണ്. അപ്പോൾ ഇവൻ ഉറപ്പിച്ച്, ഈ കുട്ടി 10 വയസ്സുള്ള ഈ കുട്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇത് തോന്നലല്ല, സ്വപ്നമല്ല, ഞാൻ ശരിക്കും പകൽ വെളിച്ചത്തിൽ നിങ്ങളെ കാണുന്നത് പോലെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ഷൂഫ്സ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാവരുടെ തിന്മയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ അടുക്കിലോട്ട് വാ. അങ്ങനെ ഇവർ പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ വൈദികനോട് പറഞ്ഞു, അച്ഛാ, അതേപോലെ ഈ സംഭവം റിപ്പീറ്റ് ചെയ്യുകയാണെന്ന്. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് നിങ്ങൾ കുട്ടിയുടെ റൂമിൻ്റെ വാതിലിൻ്റെ അരികിൽ ഒരു പേപ്പറും പെന്നും എടുത്ത് വെക്കുക. എന്നിട്ട് ഈ പറയുന്ന രൂപം, ഈ ഒരു ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്താണ് പേര്, എവിടെയാണ് ജീവിച്ചിരുന്നത്, ഏത് വർഷമാണ് മരിച്ചത്, എന്ത് വേണം എന്നീ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഈ ആത്മാവ് ഈ കാര്യങ്ങൾ അതിൽ എഴുതി വെക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വൈദികൻ പറഞ്ഞതുപോലെ ഇവർ അനുസരിച്ചു. ഇവർ പേപ്പർ മുന്നേ അവിടെ വെച്ചു. അങ്ങനെ ഈ ആത്മാവ് വരുന്ന സമയത്ത് ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിന് ഈ ആത്മാവ് നൽകിയ മറുപടി പ്രകാരമാണ്. അപ്പോൾ ഇത് നോക്കണം, ഇത് 1870കളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ആത്മാവ് വന്നിട്ട് പറയുന്നത്, ഞാൻ 1636 മരിച്ച ഒരു ആത്മാവാണെന്നാണ്. 200 വർഷത്തോളമായി. ഞാൻ 1636 മരിച്ച ഒരു ആത്മാവാണ്, ഒരു വ്യക്തിയാണ്.
അപ്പോൾ ഇദ്ദേഹം വരുമ്പോഴും ഇവർ പറയുന്നുണ്ട് ഇദ്ദേഹം വളരെ പ്രാചീനമായ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. അതായത് ഈ 16-ാം നൂറ്റാണ്ടിലേക്കുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇദ്ദേഹം വരുന്നതെന്ന് ഈ ഫാമിലി പറയുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവ് വന്നിട്ട് പറയുകയാണ്, ഞാൻ 1636 മരിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ഇന്നതാണ്, പേര് ഇതിൽ പറയുന്നില്ല. ഞാൻ താമസിച്ചിരുന്ന സ്ഥലം ആൻഡ്വേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ ജോലി, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണുള്ളത്. എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലി കുറച്ച് പ്രാർത്ഥനകൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് ഈ ആത്മാവ് പറഞ്ഞു. പിന്നെ ഈ ആത്മാവ് പറഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 2 സ്ഥലത്തേക്ക് തീർത്ഥാടനത്തിനായിട്ട് പോകണം. എൻ്റെ ഇവിടെ നിന്നുള്ള ഡെലിവറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർത്ഥാടനത്തിന് വേണ്ടി പോകണം. അത് പറഞ്ഞത് നോട്ടർഡാമെ ഡെസ് ഫേവറിസ്, നോട്ടർഡാം ഡെ ലാ ബ്രൂസൽസിലെ ചാപ്പലിലും നിങ്ങൾ തീർത്ഥാടനത്തിനായിട്ട് പോകണം എന്ന് ഈ ആത്മാവ് ഈ കുടുംബത്തിനോട് പറഞ്ഞു. അങ്ങനെ ഈ കുടുംബം ഇതെല്ലാം ചെയ്തു. അങ്ങനെ ഈ ഫാമിലി എന്ത് ചെയ്തു? ഈ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, തീർത്ഥാടനം എല്ലാം നടത്തി. ഇത് കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് വന്ന് നന്ദി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതിനിടയിൽ ഇവർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ആത്മാവ് വളരെ നേരത്തെ പൂർണ്ണമായിട്ടും ഡെലിവർ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള, ഇവരുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി, അപ്പം ആ ലേഡി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലി പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്ന ആൾക്ക് വേണ്ടി മരിച്ചവരുടെ കുർബാന അർപ്പിക്കണം. അങ്ങനെ മരിച്ചവരുടെ കുർബാന ഈ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അർപ്പിക്കപ്പെടുന്ന കുർബാനയിൽ ഈ ഫാമിലി പങ്കെടുക്കുമ്പോൾ ഇവരുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഈ ലേഡിയെയും വിളിച്ചു. ഈ ലേഡി മാരകപാപം ചെയ്തിട്ട് ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ നോക്കണം, ഇവിടെ പറയുന്നത് ഈ ലേഡി സാക്രിലേജസ് ആയിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് കാരണം ഈ ആത്മാവിന് മോചനം വൈകിയെന്ന്. അപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കൂ, മരിച്ചവരുടെ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തുമാത്രം വിശുദ്ധിയിലും ഒരുക്കത്തിലും, മരിച്ചവരുടെ കുർബാനയിൽ എന്നല്ല, എല്ലാ ഹോളി മാസിലും നമ്മൾ എത്രത്തോളം ഒരുക്കത്തോടുകൂടി വിശുദ്ധിയോടുകൂടി നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലേഡി ഇങ്ങനെ സാക്രിലേജസ് ആയിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച കാര്യം ഈ ലേഡിക്ക് മാത്രം അറിയൂ. മാരകപാപം ചെയ്തിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഇവരിത് പങ്കുവെക്കുമ്പോഴേ ഈ ലേഡി ഇത് കേട്ട ഉടനെ അവർക്ക് സംഭവം മനസ്സിലായി. കാരണം ഇത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഉടനെ അവർ പോയി അനുദപിച്ച് കുമ്പസാരിച്ചു. എന്നിട്ട് ഫാദർ ഷൂവ്സ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഫാമിലി എന്നാണോ ഈ ഒരാത്മാവ്, നോക്കണം, ഒരൊറ്റ പെർഗട്ടറി സോളിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഫാമിലി ഇങ്ങനെ ചെയ്തത്. ഈ ഒരാത്മാവിനെ എന്നാണോ ഇവരെ സ്വർഗത്തിലോട്ട് കയറ്റി വിട്ടത്, അതിന് വേണ്ടിയിട്ട് ഇവർ എഫേർട്ട് എടുത്തത്, അന്ന് തൊട്ട് ഈ ഫാമിലി റിച്ചായി എന്നാണ് പറയണത്. അവർ പണക്കാരുടെ ഫാമിലി ആയി എന്നാണ് പറയുന്നത്. അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് മാത്രമല്ല, അവർ ഫാമിലി റിച്ചായി. അവരുടെ ആ 2 സഹോദരങ്ങളുടെ സഹോദരി കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് പോയി. അവരിന്ന് അവിടുത്തെ സുപ്പീരിയർ ആണെന്ന് പറയുന്നു. അതായത് അന്ന് അവിടുത്തെ സുപ്പീരിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ പറയുമ്പോൾ അവരെ ഇതാണ് പോയിൻ്റ്, ഇതാണ് അനുഗ്രഹം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 99.99 പ്രശ്നങ്ങൾ ഞാൻ പല വൈദികരോട് സംസാരിച്ചപ്പോഴെല്ലാം അവർ പറയുന്നൊരു കാര്യം ഇതാണ്: ഇന്ന് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത കുടുംബങ്ങൾ. എനിക്കറിഞ്ഞൊരു ചേട്ടൻ 40ാമത്തെ വയസ്സാണ് വിവാഹം കഴിച്ചത്. 40ാമത്തെ വയസ്സ്. അദ്ദേഹം 40ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ഗ്രിഗോറിയൻ കുർബാനകൾ, എത്രയോ ജനറൽ ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ള കുർബാനകൾ ഇദ്ദേഹം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ച 33 തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കല്യാണം 40ാമത്തെ വയസ്സിൽ നടന്നു. ഇന്ന് വളരെ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. അപ്പോൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ഒരു കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും. അപ്പോൾ വേണ്ടത് പരിശുദ്ധ കുർബാനയാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് തന്നെ ആയിക്കോട്ടെ പ്രശ്നം, സൊല്യൂഷൻ ഈസ് ദ ഹോളി സാക്രിഫൈസ്, ഹോളി മാസ്. ഈശോയുടെ തിരുരക്തമാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗമായിക്കൊള്ളട്ടെ, മക്കളില്ലാത്ത അവസ്ഥ ആയിക്കൊള്ളട്ടെ, ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ ആയിക്കൊള്ളട്ടെ, യൂട്രസിൽ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഉദര സംബന്ധമായ പ്രശ്നം ആയിക്കൊള്ളട്ടെ, എന്നോടൊരു വൈദികൻ പറഞ്ഞത്, ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാത്ത കുടുംബങ്ങളിൽ അദ്ദേഹം പൊതുവായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം, യൂട്രസിലും ഉദര സംബന്ധമായ പ്രശ്നങ്ങളും
ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുമ്പോഴവരെ ഇതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പൂർവികർ ചെയ്ത പാപത്തിൻ്റെ ശാപമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ശാപമല്ല. ഇതെന്താണ്? ശരി, നോക്കൂ, നമ്മളിങ്ങനെ നന്നായിട്ടെന്ന് പറയുമ്പം തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ എത്ര ജീവിച്ചിട്ടും ഒരു ഉയർച്ചയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ധ്യാനത്തിന് പോകുന്നു, കൗൺസിലിങ്ങിൽ പറയുന്നു, നിങ്ങളുടെ ഇന്ന പൂർവികർ സ്വർഗത്തിലോട്ട് കയറിയിട്ടില്ല, അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ ഒരു കെട്ട് പൊട്ടും, നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടും. അപ്പം നമ്മൾ ബോധപൂർവ്വം കുർബാനകൾ ഇവർക്ക് വേണ്ടി അർപ്പിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു തട്ട് കിട്ടുമ്പോഴല്ലേ നമ്മൾ ധ്യാനത്തിന് പോകുന്നുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ എന്താണ് പ്രശ്നം. അപ്പോഴല്ലേ നമ്മൾ ഇവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ തട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ശാപം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ ഇതിലോട്ട് വഴിതിരിക്കാൻ ദൈവത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് കുർബാന അർപ്പിക്കുന്നില്ലല്ലോ. ആണ്ടിൽ ഒരിക്കൽ മാത്രമല്ല നമ്മൾ കുർബാന അർപ്പിക്കുന്നുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധ പാത്രിപ്പിയെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ശുദ്ധീകരണ സ്ഥലം കാലിയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അനുഗ്രഹം വേണം കുടുംബത്തിൽ മരിച്ചവർക്ക് കുർബാന അർപ്പിക്കുക. നമ്മുടെ സാലറിയുടെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ദശാംശം അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക്, അത്രയും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് നിങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചു പോയിട്ടുള്ളതും ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥരായിട്ടുള്ള ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുർബാന അർപ്പിക്കുക. ഇതിങ്ങനെ നിങ്ങൾ ഇതൊന്ന് അർപ്പിച്ചു നോക്കുക. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് പോലും ഉയരും, നിങ്ങളുടെ ആത്മീയ ലെവൽ പോലും ഉയരും. നിങ്ങൾ വേറൊരു ആംഗിളിൽ നിന്ന് ലോകത്തെ കാണാൻ തുടങ്ങും. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിലോട്ട് കയറ്റിവിടുന്ന ഈ ആത്മാക്കൾ മുഴുവനും നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വർഗത്തിലെത്തുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ ഓൾറെഡി അവർ വിശുദ്ധർ തന്നെയാണ്. നമ്മളതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഹോളി സോൾസ് എന്ന് വിളിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ. അവർ വിശുദ്ധർ തന്നെയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലോട്ട് കയറി പോകും. അപ്പോൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടി എന്താണ്? നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം. സോ ഒരു ശീലമാക്കി മാറ്റുക. നമ്മൾ മാസത്തിൽ ഒന്നെന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. നിങ്ങളുടെ സമ്പത്തനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ദാനം ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബ്ലെസ്സിങ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സംഭവമായിട്ട് വരുന്നവരെ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയേരിപ്പൂസ് et benedictus fructus ventris tui, Iesus, Sancta Maria Mater Dei, ora pro nobis peccatoribus nunc et in hora mortis nostrae. Amen. Viva Christe.